നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് CSS യൂണിറ്റ്സ് ആണ്. CSSൽ നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള യൂണിറ്റ്സുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ പ്രധാനമായി രണ്ട് തരത്തിലുള്ള യൂണിറ്റ്സ് ആണുള്ളത്. ആദ്യത്തേത് അബ്സല്യൂട്ട് യൂണിറ്റ്സ്, രണ്ടാമത്തേത് റിലേറ്റീവ് യൂണിറ്റ്സ്. സോ ആദ്യമായി അബ്സല്യൂട്ട് യൂണിറ്റ്സ് എന്താണെന്ന് നോക്കാം. അബ്സല്യൂട്ട് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് യൂണിറ്റ്സ് ആണ്. നിലവിലുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുമായി, ലെങ്ത് പ്രോപ്പർട്ടിയുമായി ഇത് റിലേറ്റ് ചെയ്തിട്ടില്ല. ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയുള്ള യൂണിറ്റ് ആണ്. ഇതിൽ വരുന്നതാണ് സെൻറ്റിമീറ്റർ, അതുപോലെ മില്ലിമീറ്റർ, ഇഞ്ചസ്, അതുപോലെ പിക്സൽ, പോയിൻറ്റ്സ്, പിക്കാസ് തുടങ്ങിയവ. സോ ഇതിൽ നമ്മൾ പിക്സൽ മാത്രമാണ് കാര്യമായി ഉപയോഗിക്കുന്നത്, ബാക്കിയുള്ളത് നമ്മൾ കാര്യമായി ഉപയോഗിക്കാറില്ല. സോ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ എല്ലാം സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആണ്, നമുക്കറിയാവുന്ന യൂണിറ്റ്സ് ആണ്. സോ ഇവയെല്ലാം നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യമായി ബോർഡറിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 5 സെൻറ്റിമീറ്റർ കൊടുക്കാം. സോ ഞാനിവിടെ വിഡ്ത്ത് 5 cm എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള ഈ ഒരു വിഡ്ത്ത് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഒരു 25 mm കൊടുത്തു കഴിഞ്ഞാൽ 25 mm, അതായത് 2.5 സെൻറ്റി ആയിരിക്കും. സോ അതിൻ്റെ പകുതി വലിപ്പം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഇഞ്ചസ് കൊടുക്കാം. ഒരു 3 in കൊടുത്തു കഴിഞ്ഞാൽ, 3 ഇഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ലെങ്ത്ത് നമുക്ക് ലഭിക്കുന്നു. സോ അതുപോലെ പിന്നെ വരുന്നതാണ് പിക്സൽ. പിക്സൽ നമ്മൾ ഓൾറെഡി എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കൂടുതൽ ഉപയോഗിക്കുന്നതും പിക്സലാണ്. അതുപോലെ പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ, പിക്സൽ എന്ന് പറയുന്നത് ഒരു സ്ക്രീൻ റെസൊല്യൂഷനിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് പിക്സൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഓരോ ഡിവൈസിൻ്റെ സ്ക്രീനിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളുണ്ടായിരിക്കും. സോ നമ്മൾ പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 200 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ സോ നമുക്ക് ഈ രീതിയിൽ ലഭിക്കും. അതുപോലെ 300 കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ലെങ്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അബ്സല്യൂട്ട് യൂണിറ്റ്സിൽ നമ്മൾ സാധാരണ കൂടുതലായും ഉപയോഗിക്കുന്നത് പിക്സലാണ്. പിന്നെ വരുന്നതാണ് PT, അതുപോലെ PC. PT എന്ന് പറയുന്നത് പോയിൻറ്റ്സ് ആണ്. ഇത് ഏകദേശം 1 ഇഞ്ചിൻ്റെ 72 ഒരു ഭാഗമാണ് PT എന്ന് പറയുന്നത്. സോ നമുക്ക് കൊടുത്ത് നോക്കാം. 1 PT ഏകദേശം നമുക്ക് വളരെ ചെറിയൊരു യൂണിറ്റ് പോലെ ലഭിക്കുന്നതായിരിക്കും. നമുക്കൊരു 10 PT കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ലഭിക്കും. സോ നമുക്ക് 72 PT കൊടുത്ത് നോക്കാം. സോ നമുക്ക് ഇത്ര ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഒരു 1 ഇഞ്ച് കൊടുത്ത് റീപ്ലേസ് ചെയ്ത് നോക്കാം. ഒരു 1 ഇഞ്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ലഭിക്കുന്നതായിരിക്കും. അതായത് ഒരു PT എന്ന് പറയുന്നത് 1 ഇഞ്ചിന് 72 PT എന്ന് പറയുന്നത് 1 ഇഞ്ചിന് തുല്യമാണ്. പിന്നെ വരുന്നതാണ് PC എന്ന് പറയുന്നത്, പിക്കാസ് എന്ന് പറയുന്ന യൂണിറ്റ്. ഇത് 12 PTക്ക് തുല്യമാണ് 1 PC എന്ന് പറയുന്നത്. നമ്മളിവിടെ 1 PC കൊടുത്തു കഴിഞ്ഞാൽ 12 പോയിൻറ്റ്സ് യൂണിറ്റ് നമുക്ക് ലഭിക്കും. അതുപോലെ ഒരു 10 PC കൊടുത്തു കഴിഞ്ഞാൽ 120 പോയിൻറ്റ്സ് യൂണിറ്റ്സ് നമുക്ക് ലഭിക്കും. ഇതാണ് പ്രധാനപ്പെട്ട അബ്സല്യൂട്ട് യൂണിറ്റ്സ്. ഇതിൽ നമ്മൾ കാര്യമായി ഉപയോഗിക്കുന്നത് പിക്സൽ മാത്രമാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് റിലേറ്റീവ് യൂണിറ്റ്സ് ആണ്. റിലേറ്റീവ് യൂണിറ്റ്സ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ HTML ഡോക്യുമെൻറ്റിൽ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു ലെങ്ത് പ്രോപ്പർട്ടിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റാണ് റിലേറ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് നമുക്ക് EM, അതുപോലെ REM, VW, VH, പെർസെൻറ്റേജ് തുടങ്ങിയവയാണ്. സോ നമുക്ക് റിലേറ്റീവ് യൂണിറ്റ്സിൽ ആദ്യമായി വരുന്നത് EM യൂണിറ്റ് ആണ്. സോ EM യൂണിറ്റ് റിലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ നിയറസ്റ്റ് പാരൻറ്റിൻ്റെ ഫോണ്ട് സൈസുമായാണ് അത് റിലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഒരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ID നമ്മൾ പാരൻറ്റ് എന്ന് കൊടുക്കുന്നു. അതിനുള്ളിൽ മറ്റൊരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ ചൈൽഡ് എന്ന് ID കൊടുക്കുന്നു. സോ നമ്മൾ ഒരു പാരൻറ്റ് ഡെവലപ്മെൻറ്റും അതുപോലെ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റും നമ്മൾ കൊടുത്തു. സോ പാരൻറ്റിനുള്ളിൽ നമ്മളൊരു P ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ പാരഗ്രാഫ് എന്ന് കൊടുക്കുന്നു, പാരഗ്രാഫ് 1 എന്ന് കൊടുക്കുന്നു. അതുപോലെ ചൈൽഡിനുള്ളിൽ നമ്മൾ മറ്റൊരു P ടാഗ് ക്രിയേറ്റ് ചെയ്തു. അതിന് നമ്മൾ പാരഗ്രാഫ് 2 എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു റിസൾട്ട് വരും. ഇതിൽ പാരഗ്രാഫ് 1 എന്ന് പറയുന്നത് പാരൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഉള്ളിലുള്ളതാണ്. അതുപോലെ പാരഗ്രാഫ് 2 എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഉള്ളിലുള്ളതാണ്. സോ നമുക്ക് EM നമുക്കൊന്ന് ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. സോ നമുക്കറിയാം EM എന്ന് പറയുന്നത് അതിൻ്റെ പാരൻറ്റ് എലമെൻറ്റിൻ്റെ ഫോണ്ട് സൈസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്ക് ആദ്യമായി നമ്മുടെ പാരൻറ്റ് എന്ന് പറയുന്ന ആ ഡെവലപ്മെൻറ്റ് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക്, സോ പാരൻറ്റ് എലമെൻറ്റിൻ്റെ ഫോണ്ട് സൈസ് നമുക്കൊരു 20 പിക്സൽ കൊടുത്ത് സേവ് ചെയ്യാം. സോ നമുക്ക് രണ്ടും പാരൻറ്റ് എലമെൻറ്റിലെ പാരഗ്രാഫിനും അതുപോലെ ചൈൽഡ് എലമെൻറ്റിലെ പാരഗ്രാഫിനും നമുക്ക് ആ ഒരു ഫോണ്ട് സൈസ് ലഭിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ മെയിൻ പാരൻറ്റിനാണ് ആ ഫോണ്ട് സൈസ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ചൈൽഡിനും അത് അപ്ലൈ ആവുന്നതായിരിക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് ചൈൽഡ് എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ചൈൽഡ് എലമെൻറ്റിൻ്റെ ഫോണ്ട് സൈസ് ഇപ്പോൾ ഓൾറെഡി 20 പിക്സലാണുള്ളത്. സോ ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ 1 EM എന്ന് കൊടുക്കുന്നു. 1 EM എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. കാരണം 1 EM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 20 പിക്സൽ അതിൻ്റെ പാരൻറ്റ് എലമെൻറ്റിൻ്റെ അതേ ഫോണ്ട് സൈസ് ആയിരിക്കും അതിന് ലഭിക്കുക. സോ നമ്മൾ 2 EM എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 40 പിക്സൽ ലഭിക്കുന്നതായിരിക്കും. സോ ഞാനിവിടെ 2 EM എന്ന് കൊടുത്ത് സേവ് ചെയ്യുന്നു.
സോ നമ്മുടെ പാരൻറ്റ് എലമെൻറ്റിൽ നിന്നും ഡബിൾ ആയിട്ടുള്ളൊരു സൈസ് നമുക്ക് ലഭിക്കുന്നു. അതായത് ഇപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 40 പിക്സലാണ്. സോ അതാണ് ഇവിടെ EM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ EM കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പാരൻറ്റ് ഫോണ്ട് സൈസ് എത്രയാണോ അതിനോട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പുതിയ ഫോണ്ട് സൈസ് ലഭിക്കുക. സോ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഫോണ്ട് സൈസ് ലഭിക്കുന്നു, 2 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ ലഭിക്കുന്നു. സോ 0.5 കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിൻ്റെ പകുതി നമുക്ക് ലഭിക്കുന്നു. സോ ഇതാണ് EM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് REM എന്ന് പറയുന്ന ഈ യൂണിറ്റാണ്. സോ ഇത് റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ റൂട്ട് എലമെൻറ്റിൻ്റെ ഫോണ്ട് സൈസിനോടാണ് ഇത് റിലേറ്റ് ചെയ്യുന്നത്. സോ റൂട്ട് എലമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ HTML എലമെൻ്റ് ആണ്. സോ ഉദാഹരണമായി ഞാനിവിടെ ഇപ്പോൾ നമുക്കൊരു പാരൻ്റ് എലമെൻറ്റും ഉണ്ട്, അതുപോലെ ചൈൽഡ് എലമെൻറ്റിൽ 2 പാരഗ്രാഫ് ഉണ്ട്. സോ ഞാനിവിടെ HTML എലമെൻറ്റ് സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ഫോണ്ട് സൈസ് ഞാനൊരു 30 പിക്സൽ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മുടെ പാരഗ്രാഫിന് എല്ലാം 30 പിക്സൽ സൈസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഞാനിവിടെ ആദ്യമായി നമ്മുടെ പാരൻ്റ് എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. പാരൻ്റ് എലമെൻറ്റ് സെലക്ട് ചെയ്ത ശേഷം ഞാനിവിടെ ഫോണ്ട് സൈസ് ഒരു 1 റം കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല. അതുപോലെ നമുക്ക് 2 റം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 60 പിക്സൽ വലിപ്പത്തിൽ അത് ലഭിക്കുന്നതായിരിക്കും. 2 റം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പാരഗ്രാഫും 60 പിക്സൽ ദൂരത്തിൽ 60 പിക്സൽ ലെങ്ത്തിൽ ലഭിക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ HTML റൂട്ട് എലമെൻറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 30 പിക്സലായിരുന്നു. സോ REM റിലേറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ റൂട്ട് എലമെൻറ്റിൻ്റെ സൈസിനോടാണ് REM റിലേറ്റ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ചൈൽഡ് എലമെൻറ്റ് സെലക്ട് ചെയ്ത ശേഷം ചൈൽഡ് ഡിവ് സെലക്ട് ചെയ്ത ശേഷം ഞാനിവിടെ ഫോണ്ട് സൈസ് ഞാൻ 1 EM കൊടുക്കുന്നു, സേവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടായിരിക്കില്ല. ഞാനിവിടെ 0.5 EM കൊടുക്കുന്നു. നമ്മളിവിടെ EM ആണ് കൊടുക്കുന്നത്, ശ്രദ്ധിക്കുക. 0.5 EM കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണാം നമ്മൾ ഇപ്പോൾ 0.5 EM കൊടുത്തു കഴിഞ്ഞാൽ ചൈൽഡ് എലമെൻറ്റ് നമ്മുടെ പാരൻറ്റ് എലമെൻറ്റിനോട് റിലേറ്റ് ആയിരിക്കും. സോ നമ്മൾ പാരൻറ്റ് എലമെൻറ്റിൽ കൊടുത്തത് REM ആണ്, അതുകൊണ്ട് തന്നെ ഈ പാരൻറ്റ് എലമെൻറ്റ് നമ്മുടെ HTML എലമെൻറ്റിൻ്റെ സൈസിനോട് റിലേറ്റ് ആയിരിക്കും. സോ ഞാനിവിടെ ഇനി 20 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് 40 പിക്സൽ ലഭിക്കും, ഇതിന് വീണ്ടും ആ 20 പിക്സൽ ലഭിക്കുന്നതായിരിക്കും. കാരണം 40യുടെ പകുതി നമുക്ക് 20 പിക്സൽ ലഭിക്കും. സോ നമുക്ക് ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. ആ ഒരു റിലേഷൻ ഇത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ആ ഒരു ചേഞ്ചസ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ 10 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പാരഗ്രാഫിന് 20 ലഭിക്കും, രണ്ടാമത്തേന് 0.5 ലഭിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ ഇതിന് പകരമായി 2 കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഡബിളായി ഇത് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ചില ഫോണ്ട് സൈസുകൾ നമുക്ക് ഇതുപോലെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് REMഉം EMഉം ഇതുപോലെ ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്ന 2 യൂണിറ്റാണ് VW അതുപോലെ VH. സോ VW എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് VW റിലേറ്റീവ് ടു 1% ഓഫ് ദി വിഡ്ത്ത് ഓഫ് ദ വ്യൂ പോർട്ട്, അതുപോലെ VH റിലേറ്റീവ് ടു 1% ഓഫ് ദി ഹൈറ്റ് ഓഫ് ദ വ്യൂ പോർട്ട്. സോ വ്യൂ പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബ്രൗസറിൽ കാണുന്ന ഈ ഭാഗത്തെയാണ്, ഈ വൈറ്റ് ഭാഗത്തെയാണ് നമ്മൾ വ്യൂ പോർട്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 1 VH കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ പോർട്ടിൻ്റെ 1% അത് ഉണ്ടായിരിക്കുന്നതാണ്. 2 ആണെങ്കിൽ 2% ഉണ്ടായിരിക്കും. 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ ലഭിക്കുന്നതായിരിക്കും. 50 ആണെങ്കിൽ ഇതിൻ്റെ പകുതി ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഉദാഹരണമായി ഞാനിവിടെ പാരൻറ്റ് എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. പാരൻറ്റ് എലമെൻറ്റ് സെലക്ട് ചെയ്ത ശേഷം അതിന് ഞാനൊരു വിഡ്ത്ത് 100 പിക്സൽ, അതുപോലെ ഹൈറ്റ് 100 പിക്സൽ തൽക്കാലം കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുക്കുന്നു, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ബോക്സ് ലഭിക്കുന്നു. തൽക്കാലം നമുക്ക് ഈ പാരഗ്രാഫ് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. സോ ഞാനത് ഡിലീറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സോ നമുക്ക് ഈ രൂപത്തിൽ ലഭിക്കുന്നു. സോ നമ്മളിവിടെ ഇതിൻ്റെ 100 പിക്സൽ മാറ്റി നമ്മൾ 100 VW കൊടുക്കുന്നു, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുഴുവൻ വിഡ്ത്തും ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിത് മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാലും ആ മുഴുവൻ വിഡ്ത്ത് നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് ഞാൻ 100 VH കൊടുത്തു കഴിഞ്ഞാൽ 100 VH സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ മുഴുവനായി നമ്മുടെ മുഴുവൻ വ്യൂ പോർട്ടും ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ മെയിൻലി കാണുന്ന നമ്മുടെ വെബ് പേജിൽ കാണുന്ന ഡിസ്പ്ലേ ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ വ്യൂ പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടും 100 കൊടുത്തുകൊണ്ട് നമുക്ക് മുഴുവനായി ലഭിച്ചു. ഇനി നമുക്ക് 50 ആണ് വേണ്ടതെങ്കിൽ 50 VW അതുപോലെ 50 VWH. സോ ഇനി നമ്മൾ നമ്മുടെ ഈ ബ്രൗസറിൻ്റെ സൈസ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം ഇതതിൻ്റെ 50% ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. കുറക്കുകയാണെങ്കിലും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇതാണ് നമ്മൾ VW അതുപോലെ VH കൊടുത്താലുള്ള ഉപയോഗം. സോ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒരു റെസ്പോൺസീവ് ഡിസൈനിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഹൈറ്റ് ഇതുപോലെ കുറക്കുകയാണെങ്കിൽ ഹൈറ്റും അതുപോലെ ആ ഒരു 50% കീപ്പ് ചെയ്യുന്നതായിരിക്കും.
സോ ഇതാണ് VH അതുപോലെ VW എന്ന് പറയുന്ന യൂണിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മൾ പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് നമ്മൾ ഒരുപാട് തവണ നമ്മുടെ ട്യൂട്ടോറിയൽ പഠിച്ചിട്ടുണ്ട്. റിലേറ്റീവ് ടു ദ പാരൻ്റ് എലമെൻ്റ് ആണ്. നമ്മൾ 100% കൊടുത്തു കഴിഞ്ഞാൽ പാരൻ്റ് എലമെൻറ്റിൻ്റെ 100% നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഉദാഹരണമായി നമുക്കിവിടെ ഇതിന് നമുക്ക് 75 കൊടുക്കാം. 75 കൊടുത്ത് സേവ് ചെയ്യാം. നമുക്ക് ഇത്തരത്തിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ ചൈൽഡ് പാരൻറ്റിന് കളർ കൊടുക്കാം. ചൈൽഡ് നമുക്ക് വിഡ്ത്ത് 50% കൊടുക്കാം. വിഡ്ത്ത് 50% കൊടുക്കുന്നു. അതുപോലെ ഹൈറ്റ് 25% കൊടുക്കാം. അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ബ്ലൂ കൊടുക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ പാരൻറ്റ് എലമെൻറ്റിൻ്റെ 50% ആയിരിക്കും. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് പാരൻറ്റ് എലമെൻറ്റിൻ്റെ 25% ആയിരിക്കും. ഞാൻ ഹൈറ്റ് നമുക്ക് 75 കൊടുത്തു കഴിഞ്ഞാൽ പാരൻറ്റ് എലമെൻറ്റിൻ്റെ 75% ഇത് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് വിഡ്ത്ത് 100% കൊടുത്തു കഴിഞ്ഞാൽ പാരൻറ്റ് എലമെൻറ്റിൻ്റെ ഫുൾ വിഡ്ത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ചൈൽഡ് എലമെൻറ്റിൽ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഇതിനുള്ളിൽ തന്നെ ഈ ഒരു പാരൻറ്റ് എലമെൻറ്റിന് റിലേറ്റ് ആയിട്ട് ഇത് നിന്നത്. സോ ഇനി നമ്മൾ പാരൻറ്റ് എലമെൻറ്റിനാണ് വിഡ്ത്ത് 100% കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ മെയിൻ ബോഡി എലമെൻറ്റിൻ 100% ആയി ഇത് സ്ഥിതി ചെയ്യുന്നതായിരിക്കും. നിങ്ങളിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ പാരൻറ്റ് എലമെൻറ്റും ചൈൽഡ് എലമെൻറ്റും മുഴുവനായും 100% ആയി നമ്മുടെ മുഴുവൻ ഈ വ്യൂ പോർട്ടിലും ഇതുപോലെ 100% നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇതാണ് പെർസെൻറ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർസെൻറ്റേജ് നമ്മൾ റിലേറ്റീവ് ടു ദ പാരൻറ്റ് എലമെൻ്റ് ആണ്. സോ നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണോ കൊടുക്കുന്നത് നമ്മുടെ പാരൻറ്റ് എലമെൻറ്റിൻ്റെ അത്ര ഒരു പെർസെൻറ്റേജ് ലെങ്ത് അതിന് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് പ്രധാനപ്പെട്ട CSS യൂണിറ്റ്സ്.